നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 155 റണ്ണാണ് എടുത്തിട്ടുള്ളത്. എന്നത്തെയും പോലെ ഈ സീസണിലാകെ നമ്മൾ കണ്ടതുപോലെ തകർച്ചയോടെ തന്നെയായിരുന്നു കൊൽക്കത്തയുടെ തുടക്കം. ആദ്യത്തെ 4 വിക്കറ്റ് 4 ബാറ്റർമാർ വന്നതും പോയതും അറിഞ്ഞില്ല. ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ, ടിം സീഫർട്ട്, രഘുവംശി, റഹ്മാൻ പവൽ ഇവരൊക്കെ വരലും പോക്കും ഒപ്പമായിരുന്നു. എന്തായാലും പിന്നീട് വന്ന കാമറൂൺ ഗ്രീൻ ഒരു 34 റണ്ണ് അടിച്ചെങ്കിലും ഗ്രീനും 34 കൂടുതൽ അടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് റിങ്കു സിംഗ്, നമ്മുടെ സ്വന്തം റിങ്കു സിംഗ് നിന്ന് കളിച്ച് അവസാന ഓവറിൽ ഒരു 4 സിക്സ് അടിച്ച് 24 റണ്ണടിച്ച് 2 വൈഡ് അടക്കം 26 റണ്ണടിച്ച് ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്, 155 എത്തിച്ചത്. റിങ്കു 51 പന്തിൽ 83 റണ്ണടിച്ചു. പഴയൊരു ഓർമ്മ നമുക്കുണ്ടല്ലോ, അവസാന ഓവറിൽ 5 സിക്സ് അടിച്ച് വിജയിപ്പിച്ച റിങ്കു സിംഗ്. അങ്ങനെയാണ് റിങ്കു സിംഗ് ക്രിക്കറ്റിൽ പ്രശസ്തനാകുന്നത്. യഷ് ദയാലിനെയാണ് അന്ന് 5 സിക്സ് അടിച്ചത്. ഇതിൽ റാട്ടിയെ, ലെഗ് സ്പിന്നറായ റാട്ടിയെ 4 സിക്സാണ് അവസാന ഓവറിൽ അടിച്ചത്. അങ്ങനെ കൊൽക്കത്തയ്ക്ക് മാന്യമായ ഒരു സ്കോർ നൽകിയിട്ടുണ്ട്. പക്ഷേ 155 ഒരു സ്കോറല്ല. ലക്നൗ സൂപ്പർ ജയൻസിന് അത് അനായാസേന മറികടക്കാവുന്നതേ ഉള്ളൂ. ഇനി ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ മൊഹസിൻ ഖാൻ 23 റണ്ണ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് വീഴ്ത്തി 4 ഓവറിൽ. അതിഗംഭീരമായ ബൗളിംഗ് ആയിരുന്നു. മൊഹസിൻ ഖാൻ ആണ് കൊൽക്കത്തയെ തകർച്ചയിലേക്ക് തള്ളിവിട്ടത്. മൊഹസിൻ ഖാൻ്റെ സ്പെല്ല് അതിഗംഭീര സ്പെല്ലായിരുന്നു എന്ന് പറയാതെ വയ്യ. എന്തായാലും മൊത്തത്തിൽ 156 റണ്ണെടുക്കുക LSGയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാകാൻ വഴി ഉണ്ടെന്ന് തോന്നുന്നില്ല.